വെൽക്കം ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് RBI പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. RBIയുടെ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിയമനം വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒഴിവ് വന്നിട്ടുണ്ട്. ആകെ മൊത്തം 650 പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.rbi.org.in. ഇവിടെ കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി 16, 2026 മുതലാണ്. ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് മാർച്ച് 8, 2026 വരെയാണ്. ടെൻറ്റേറ്റീവായിട്ടുള്ള പ്രിലിമിനറി എക്സാമിൻ്റെയും മെയിൻസ് എക്സാമിൻ്റെയും ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. ഏപ്രിൽ 11 പ്രിലിമിനറിയുടെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ജൂൺ 7, 2026 ജൂൺ 7 മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ഏജ് പറയുന്നത് 20 വയസ്സും മാക്സിമം ഏജ് പറയുന്നത് 28 വയസ്സുമാണ്. 1998 ഫെബ്രുവരി 2 മുൻപ് ജനിച്ചവർക്കും അതുപോലെ 2006 ജനുവരി 2 ശേഷം ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിനിടയിൽ വരുന്നവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്ക് 2 വയസ്സ് ഉൾപ്പെടെയും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ചെറിയ രീതിയിലൊരു ഏജ് റിലാക്സേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഓരോ കാറ്റഗറിയിലും വ്യത്യസ്ത രീതിയിലാണ് വരുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും 5 വർഷത്തേക്കാണ് വരുന്നത്. അവർക്ക് 33 വയസ്സ് വരെ ഈ എക്സാം എഴുതാൻ പറ്റും. അതുപോലെ OBC കാറ്റഗറിക്ക് 3 വർഷത്തേക്കാണ്. അവർക്ക് 31 വയസ്സ് വരെ എഴുതാൻ പറ്റും. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷത്തേക്കാണ് വരുന്നത്. അത് ജനറൽ ആൻഡ് EWSന് 10 വർഷത്തേക്കും OBCക്കാർക്ക് 13 വർഷത്തേക്കും SC/ST കാൻഡിഡേറ്റ്സിന് 15 വർഷത്തേക്കുമാണ് വരുന്നത്. ഇത്തരത്തിലാണ് പൊതുവായിട്ടുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ബാച്ചിലർ ഡിഗ്രി മതി. ഏതൊരു സ്ട്രീമിലാണെങ്കിലും 50% മാർക്കോട് കൂടിയിട്ട് ഉള്ള ബാച്ചിലർ ഡിഗ്രി മതി. അതിൽ SC/ST PWBD കാൻഡിഡേറ്റ്സിന് പാസ് മാർക്ക് മാത്രം മതിയായി. പിന്നെ ചെറിയ രീതിയിലൊന്ന് കമ്പ്യൂട്ടർ അറിഞ്ഞ് ഒരു മിനിമം ലെവൽ ഓഫ് കമ്പ്യൂട്ടർ നോളജും കൂടി ആവശ്യമായിട്ടുണ്ട്. ഏകദേശം സാലറി 58,514 രൂപ വരെ സാലറി കിട്ടാവുന്ന ഒരു ജോബാണിത്. ഫീസ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് SC/ST PWBD EXSന് വരുന്നത് 50 രൂപയും കൂടെ 18% GSTയും കൂടിയാണ് വരുന്നത്. ജനറൽ OBC EWSന് വരുന്നത് 450 രൂപയും ഒരു 18% GSTയും വരുന്നുണ്ട്. അവിടെ RBIയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഫീസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. കേരളത്തിൽ തിരുവനന്തപുരം സർക്കിളിൽ മൊത്തം 6 ഒഴിവാണ് വരുന്നത്. അതിൽ OBCക്ക് 1 ഒഴിവും ജനറൽ അഥവാ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 5 ഒഴിവും മൊത്തം 6 ഒഴിവാണ് തിരുവനന്തപുരത്ത് വരുന്നത്. ഇന്ത്യയിലൊട്ടാകെ 650 ഒഴിവ് വരുന്നുണ്ട്. 100 മാർക്കിൻ്റെ ഒരു പ്രിലിമിനറി എക്സാമും അതുപോലെ 200 മാർക്കിൻ്റെ ഒരു മെയിൻസ് എക്സാമും ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 സ്റ്റേജായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് 8. ഓൺലൈൻ എക്സാമിൻ്റെ മീഡിയം ഓഫ് ലാംഗ്വേജ് നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരം സർക്കിളിനെ ബേസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഈ 3 ലാംഗ്വേജും ഓപ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. കൂടാതെ എക്സാം സെൻറ്റർ, അതായത് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും എക്സാം സെൻറ്റർ നമുക്ക് ചൂസ് ചെയ്യാം. അതിൽ തിരുവനന്തപുരം സർക്കിളിൽ ബേസ് ചെയ്തിട്ട് വരുന്നതിൽ കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കവരത്തി, അതായത് ലക്ഷദ്വീപിലെ കവരത്തി, ഇത്രയും സെൻറ്ററുകളാണ് പ്രിലിംസിൻ്റെ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക. അതിൽ ഏത് സെൻറ്റർ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. മെയിൻസിന് വരുന്നത് കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കവരത്തി. ഇതിൽ ഓരോ ഉദ്യോഗാർത്ഥിക്കും അവരുടെ താല്പര്യാർത്ഥം ചൂസ് ചെയ്യാവുന്നതാണ്.